ഇപ്പോൾ നമ്മൾ ബ്രാൻഡ് ബുക്ക് അല്ലെ പല പല ഞാൻ കണ്ടിട്ടുണ്ട്. പല സൊസൈറ്റി ആയാലും ഇനിയിപ്പോൾ പല കമ്മ്യൂണിറ്റി ആയാലും അവർക്കൊന്നും ബ്രാൻഡ് ബുക്കോ അല്ലെങ്കിൽ ഒരു വിഷൻ ബുക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് നേരത്തെ ഇപ്പോൾ ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ഡോക്ടറിന് എനിക്ക് ഏറ്റവും കിട്ടിയ ബെനിഫിറ്റിൽ ഒന്ന് ബ്രാൻഡ് ബുക്കാണ്. കാരണം ബ്രാൻഡ് ബുക്ക് ഉണ്ടാകുന്നതോട് കൂടി നമ്മളെക്കുറിച്ച് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മളെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു ടൂളാണ് ബ്രാൻഡ് ബുക്ക്. ഒരു യൂട്യൂബ് പോലെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെ ഇൻസ്റ്റ പോലെ നമ്മളിപ്പോൾ നമുക്കറിയാം ഒരു ഓണ്ടർപ്രണറോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനോ എവിടെയെങ്കിലുമൊക്കെ ഒരു 4-5 ആൾ കൂടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ബുക്കുകൾ മറച്ചു നോക്കൂലേ. അപ്പോൾ ആ ബുക്കുകൾ മറച്ചു നോക്കുമ്പോൾ നമ്മൾ ചിലപ്പം പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് കേട്ടിരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ആ ബുക്കിലുള്ളത് കറക്റ്റായിട്ട് അവർ റീഡ് ചെയ്യുമ്പോൾ നമ്മളെ QR കോഡ് അതിലുണ്ട്, നമ്മളെ പേര്, നമ്മളൊരു സ്റ്റോറി അതിൽ കിട്ടുകയാണ്. പിന്നെ അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് തന്നെ ഞാൻ അപ്പോളോ ഡിമോറിയിൽ ഒരിക്കൽ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ വെറുതെ അവിടെ ഇരുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു പിന്നെ ബുക്ക് മറിച്ച് നോക്കുമ്പോൾ അതിലൊന്ന് നമ്മളെ ബ്രാൻഡ് ബുക്കാണ്. അപ്പോൾ നമ്മളെ കാര്യം തന്നെ നമ്മൾ കാണുമ്പോൾ നമുക്കതൊരു അഭിമാനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ഫേസ്ബുക്കിലും പിന്നെ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ചിലപ്പോൾ വലിയൊരു ലെവലിൽ എത്തിയില്ലെങ്കിൽ അതിന് വലിയൊരു വ്യൂസോ അല്ലെങ്കിൽ വലിയൊരു ലൈക്കോ കമൻറ്റോ ഒന്നും കിട്ടിക്കോണമെന്നില്ല. പക്ഷെ നമ്മൾ ബ്രാൻഡ് ബുക്കിലാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തെ സാലറിയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസത്തെ വരുമാനമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടി വരുള്ളൂ. പക്ഷെ അത് എത്തിക്കുന്നത് 5-6 ലക്ഷം ആളുകളിലേക്കാണ്. ഒരു 10 വർഷം വരെ കേടുവരാത്ത രീതിയിലാണ് ഈ ഒരു ബ്രാൻഡ് ബുക്കിന്റെ നിർമ്മാണം ഞാൻ നോക്കിയിട്ടുള്ളത്. ഒരുപാട് ബുക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പല ആവശ്യത്തിനും ചിലപ്പോൾ അത് ഉപയോഗിക്കും. പക്ഷെ ഈ ഒരു ബുക്ക് കണ്ടാൽ നമ്മളത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന രീതിയിലാണ്. അപ്പൊ ഇതിൽ 44 നമ്പറിലാണ് എംജിമ്മിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി ഉള്ളത്. പല ആളുകളും ഈ ഒരു സ്റ്റോറി കണ്ടിട്ട് എന്നെ വിളിക്കാറുണ്ട്. കാരണം ആ ഒരു പേരിൽ എൻ്റെ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പല ആളുകളും കൺസൾട്ടിങ് എന്ന രീതിയിൽ എന്നോട് പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ഫേസ്ബുക്ക് പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റ പോലെ യൂട്യൂബ് പോലെ നിങ്ങളെ ബ്രാൻഡ് ചെയ്യിക്കാനുള്ള ഏറ്റവും ഒരു അടിപൊളി ടൂളാണ് ബ്രാൻഡ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.